ആർട്ടിസ്റ്റ് എന്നുള്ള സിംഗിങ്ങിൽ ഞാൻ ബിലോ എവറേജ് ആണ്, താഴെയാണ്. എന്നെക്കാൾ മികച്ച ഒരുപാട് പാട്ടുകാരുടെ ഒപ്പം ഗാനമേളകൾ നടത്തുന്നതുകൊണ്ടാണ് ഗാനമേളകൾ വിജയിച്ചു പോകുന്നത്. ആ ബോധം എനിക്കുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പാടിയാൽ എത്താത്ത പാട്ടുകൾ ഞാൻ കമ്പോസിങ്ങിലും മിടുക്കനായതുകൊണ്ട് അതെനിക്ക് പേഴ്സണലി അഭിമാനത്തോടു കൂടി എനിക്ക് കമ്പോസ് ചെയ്യാൻ അറിയാം എന്ന് ഞാൻ പറയും. എനിക്ക് ചോദിച്ചറിഞ്ഞ രാഗങ്ങളെക്കുറിച്ച് വിരലെണ്ണാവുന്ന ആ രാഗങ്ങളെക്കുറിച്ച് എനിക്ക് പരിചയമുള്ളൂ. 10-20 രാഗങ്ങളുടെ അവരോഹണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫീലിങ്സ് നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചേ അറിവുള്ളൂ. അതിനകത്ത് നിന്നുകൊണ്ട് കമ്പോസ് ചെയ്യാൻ എനിക്ക് അസലായിട്ട് അറിയാം. അപ്പോൾ അത് കമ്പോസ് ചെയ്തിട്ട് എന്നെക്കാൾ മികച്ച ഗായകരെ കൊണ്ട് ഞാൻ പാടിക്കാനുള്ള കാരണം പിന്നെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടോ സ്നേഹം കൊണ്ടല്ല, അവരുടെ ടാലൻ്റ് കൊണ്ടാണ്, കഴിവുകൊണ്ടാണ്. അതുകൊണ്ടാണ് കണ്ണൂർ ഷെരീഫ്ക്കയും ജിയാവുല്ലക്കും ആസിഫ് കാപ്പാട് പോലത്തെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എൻ്റെ പാട്ടുകൾ പാടി അത് വിജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് അത്രമേൽ ടാലൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ സിംഗിങ്ങിൽ കുറച്ച് താഴെയുള്ള ആളാണ്. ലിറിക്സ് എഴുതുന്നതിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കമ്പോസിങ്ങിൽ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അഭിനയിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമാണ്. ഇനി ഡെവലപ്പ് ആവാനുണ്ട്. പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ പല ചാനലിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. കോഴിക്കോടങ്ങാടി എന്ന് പറഞ്ഞൊരു കോമിക്, എന്നാൽ ഒരു മെസ്സേജുള്ള അല്ലല്ല, ഒരു എന്താ പറയുന്നത്, ഒരു സീരീസ് പോലെ കൈരളി ചാനലിനകത്ത്, അല്ല വെബല്ല ചാനലിനകത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല ആർട്ടിസ്റ്റാണോന്ന് ചോദിച്ചാൽ ഞാൻ അതിന് ഉത്തരം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം എന്നെ അനുഭവിക്കുന്നവർക്ക് പറയാൻ പറ്റും. എൻ്റെ സഹപ്രവർത്തകരോട് ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുമായിരിക്കും. എൻ്റെ ന്യൂനതകളാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പം പെർഫെക്റ്റ് അല്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ന്യൂനതകളുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഒരു നല്ല ഫാദറാണെന്ന് ചോദിച്ചാൽ മക്കൾക്കൊപ്പം നിൽക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അവരുടെ പ്രായവും പക്വതയും തിരിച്ചറിവിനും അനുസരിച്ച് അവരോടൊപ്പം ഏതൊക്കെ നിലയിൽ നിന്നാൽ ഒരു നല്ല അച്ഛൻ്റെ ഓർമ്മയിൽ എനിക്ക് ശേഷം അവരെന്നെ ഓർക്കും, അല്ലെങ്കിൽ അവരുടെ മക്കളോട്, തലമുറകളോട് എന്നെക്കുറിച്ച് എന്തെങ്കിലും 2 നല്ല വാക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എങ്ങനെ നിൽക്കണം എന്നുള്ളത് മനസ്സിലാക്കി പെരുമാറുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് എൻ്റെ വീടിനകത്ത് അങ്ങനെ ഭയങ്കരമായ സ്ട്രിക്റ്റ് ഒന്നുമില്ല. സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പോകാം, പക്ഷേ സ്വന്തത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്നതാവരുത്. നിങ്ങളുടെ സന്തോഷം കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, വേദനയെക്കാളും ശല്യം ഉണ്ടാവരുത്. അത് ഈവൻ പ്രാർത്ഥനയായാൽ പോലും മറ്റൊരാൾക്ക്. ഇപ്പം ഞാൻ ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്. പിന്നെ എൻ്റെ വിശ്വാസം അനുസരിച്ച് നമ്മൾ നിസ്കരിക്കുന്നിടത്ത് ഖുർആൻ പാരായണം വളരെ പിന്നെ ഭയഭക്തിയോടുകൂടി ഒരാൾ ചെയ്യുന്ന മഹത്തായ ഒരു കാര്യമാണ്. അതുപോലും നിസ്കരിക്കുന്ന ഒരാളുടെ മുന്നിൽ വെച്ച് ഒച്ചത്തിൽ അയാൾക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ ടീച്ച് ചെയ്തിരിക്കുന്നു ചെറുതിലെ. ഇതുതന്നെയാണ് ഞാൻ മക്കളോട് പറയുന്നത്. നിങ്ങൾക്ക് പാടണം, ആടണം എന്നൊക്കെ തോന്നുക, നിങ്ങൾ അതൊക്കെ ചെയ്യാം. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുള്ള രീതിക്ക് ചെയ്യാതിരിക്കുക. ഒരാളോടൊന്നും പിടിച്ചു വാങ്ങാതിരിക്കുക, ഒരാളെ ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കുക. നിങ്ങളൊരു 2 പേര് പോയിട്ട് ഒരു ചായ കുടിക്കുന്നു, ചായക്കട ചെന്നിട്ട് ഒരാൾക്ക് പഴംപൊരി ഇഷ്ടമാണ്, അത് നിനക്ക് പഴംപൊരി ഇഷ്ടമാണെങ്കിൽ എൻ്റെ മോനോട് ഞാൻ പറയുന്നു, മറ്റവൻ അത് തന്നെ വാങ്ങിക്കണമെന്ന് അവനോട് ഒരിക്കലും പറയാൻ പാടില്ല. നീ നിൻ്റെ ഇഷ്ടത്തിന് അത് കഴിക്കുന്നത്, അയാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അവകാശമുണ്ട്. നിനക്ക് ഇഷ്ടപ്പെടാനുള്ള അവകാശമുള്ളതുപോലെ അതേ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്. ഒരാളെ ഒന്നിനും നിർബന്ധിക്കരുത്. ഇത്ര മാത്രം.